നടക്കാനുള്ള തിരക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സത്യത്തിൽ ആവേശമാണ്. അവിടെ ഒന്ന് എത്തണം, നടന്നു തന്നെ എത്തണം എന്നുള്ളൊരാഗ്രഹമാണ്. അനേകം വിശ്വാസികൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാനും മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും സമാധാനവും ശാന്തിയും സർവോപരി ദൈവാനുഗ്രഹങ്ങൾ അതിൻ്റെ സമൃദ്ധിയിൽ ലഭിക്കട്ടെ. അവരുടെ എല്ലാ നിയോഗങ്ങളും ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി സഫലീകൃതമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു. തലശ്ശേരി അതിരൂപത തങ്ങളുടെ വിശ്വാസം ആഘോഷിക്കുന്ന ദിനങ്ങളാണ് ഈ നോമ്പുകാലം എന്ന് പറയുക. ബസിലിക്ക ദേവാലയത്തിലേക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം അമ്മയുടെ മക്കള് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ബസിലിക്ക ദേവാലയത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ മാതാവ് നമ്മെ ഒത്തിരി അനുഗ്രഹിക്കും. അപ്പം ഇന്ന് പിതാക്കന്മാരുടെ സാന്നിധ്യവും സാമീപ്യവും അതിലുപരിയായിട്ട് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാ ജോസഫ് പാമ്പ്ളാനി പിതാവിൻ്റെ സാന്നിധ്യം ഈ മരിയൻ തീർത്ഥാടനത്തിൽ ഉണ്ട് എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ തലശ്ശേരി അതിരൂപത അനുസ്മരിക്കുകയാണ്. എല്ലാ ജനറാളന്മാരും കൊറോണ വികാരിച്ചന്മാരും വൈദികരും സിസ്റ്റേഴ്സും ആത്മായ വിശ്വാസികളും ഒരുമിച്ച് അമ്മയോടൊപ്പമാണ് ബസിലിക്ക ദേവാലയത്തിൽ യാത്ര ചെയ്യുന്നത്. വളരെ ക്ഷീണിതരെങ്കിലും ആവേശത്തോടെയാണ് എല്ലാവരും ഈ തീർത്ഥയാത്രയിൽ സംബന്ധിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. അമ്മ വഴി ഈ സമൂഹത്തിന്, ഈ ദേശത്തിന്, ഈ നാടിന്, അതിരൂപതയ്ക്ക് ധാരാളം ദൈവാനുഗ്രഹം ലഭിക്കുന്ന അവസരമാണ് ഈ തീർത്ഥാടനമെന്ന് ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടും അഭിമാനത്തോടും കൂടെ ഞാൻ അനുസ്മരിക്കുകയും പ്രത്യേകിച്ച് ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുമോദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുകയും ചെയ്യുകയാണ്. തലശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ എന്ന നിലയിൽ ഈ ഒരു വലിയ വിജയം തന്നെയാണ് ഈ പ്രോഗ്രാമിൽ വെച്ചാൽ. അപ്പോൾ അടുത്ത വരും വർഷങ്ങളിൽ ഈ തലശ്ശേരി അതിരൂപതയുടെ മരിയൻ തീർത്ഥാടനം എങ്ങനെയായിരിക്കും ക്രമീകരിക്കുക? തീർച്ചയായിട്ടും ഇതൊരു ആരംഭം മാത്രമാണ്. ഇത് പ്രാരംഭമായ ഒരു നടപടിക്രമം എന്നതിൽ ചിലപ്പോൾ കുറവുകൾ വീഴ്ചകൾ ഉണ്ടാകാം. പക്ഷേ ഇതൊരാവേശമായിട്ട് തലശ്ശേരി അതിരൂപത ഏറ്റെടുക്കുകയാണ്. ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും ഇതുപോലെയുള്ള തീർത്ഥാടനത്തിലൂടെ തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികളെ ചേർത്ത് പിടിക്കാനായിട്ട്, വിശ്വാസത്തിൽ ഉണർത്തിയെടുക്കാനായിട്ട്, വിശ്വാസം ആഘോഷിക്കാൻ തീർച്ചയായിട്ടും അതിരൂപത ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാരംഭ നടപടി മാത്രമാണ് ഈ തീർത്ഥയാത്ര എന്ന് പറയുക. എടൂരിൻ്റെ മണ്ണിൽ നിന്നും ഇത് ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമായിട്ടാണ് ജനം ഈ ജപമാല യാത്രയിൽ പങ്കെടുത്തത്. നമ്മളൊരു 1200, 1300 പേര് നടക്കുമെന്നാണ് വിചാരിച്ചത്. അതൊക്കെ കഴിഞ്ഞുപോയി. 3000 പേരിലധികം നമ്മളോടൊപ്പം ഈ ഉളിക്കല്ല് വരെ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവർ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന ജനമെല്ലാം എടൂരിൽ നിന്ന് എത്തിയവരാണ്. അവർക്ക് പരിശുദ്ധ അമ്മയോടുള്ള ആ ബഹുമാനം അല്ലെങ്കിൽ ആദരവ് അല്ലെ ഭക്തി അത് പ്രകടമാക്കുന്ന ഒരു ശക്തമായിട്ടുള്ള യാത്രയാണ് ഈ പാതിരാത്രിക്ക് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ അവർ വർത്തമാനം പറഞ്ഞു പോരുകയല്ല, അവർ ജപമാല ചൊല്ലി ഗാനങ്ങൾ ആലപിച്ച് മാതാവിൻ്റെ ഭക്തിയിൽ, എല്ലാവരുടെയും കയ്യിൽ തന്നെ ജപമാലയുണ്ട്. അങ്ങനെ ഭക്തിയിൽ വളരെ അടുക്കോടും ചിട്ടയോടും കൂടിയാണ് പോകുന്നത്. ഞങ്ങളോടൊപ്പം അഭിയൻ്റെ പിതാവും ഉണ്ടായിരുന്നു. ഇത്രയും നല്ലൊരു പരിപാടി ഈ അടുത്ത കാലത്തൊന്നും നമ്മളിവിടെ കണ്ടിട്ടില്ല. വളരെ ഭക്തി നിർഭരമായ ഒരു പരിപാടിയാണ്. ഇത് കണ്ടിട്ട് വളരെ മനസ്സിന് സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെ തന്നെ തുടരാൻ താല്പര്യമുണ്ട്.
തലശ്ശേരി അതിരൂപതയുടെ കോപ്പറേറ്റീവ് മാനേജർ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ഒപ്പമുണ്ട്. അച്ഛാ, ഈ ഒരു മരിയൻ തീർത്ഥാടനം എങ്ങനെ വിശ്വാസികൾക്ക് ഒരു വലിയ പ്രചോദനമായി തീരും? ഞാൻ എടൂര് തൊട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഇതിൽ ആളുകൾ വളരെ തീഷ്ണതയോടുകൂടി, സംസാരമൊന്നുമില്ല, എല്ലാവരും പ്രാർത്ഥിച്ചാണ് വരുന്നത്. ഏറെ സന്തോഷത്തോടുകൂടി ആണ് അവർ ഈ തീർത്ഥയാത്ര ഏറ്റെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരിയേറെ ആളുകൾ അവരുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുകൂടിയാണ് വരുന്നത്. അതുകൊണ്ടൊരു നല്ല ഒരു ആത്മീയ ഉണർവിൻ്റെ വേദിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. കുന്നോത്ത് ഫൊറേനയുടെ ഭാഗമായി നസ്രത്ത് സിസ്റ്റേഴ്സ് നമ്മോടൊപ്പം ഉണ്ട്. നിരവധി സിസ്റ്റേഴ്സാണ് ഈ മരിയൻ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത്. ഒരു പ്രഥമ ഒരു തീർത്ഥാടനം എന്ന നിലയിൽ എങ്ങനെയാണ് ഈ പ്രോഗ്രാം, ഈ ഒരു മരിയൻ തീർത്ഥാടനം പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് സിസ്റ്റർമാർക്ക് തോന്നുന്നത്? ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങൾ കുന്നോത്ത് ഫൊറോനയിൽ നിന്ന് നസ്രത്ത് ഗവൺമെൻറ്റിലെയാണ് ഞങ്ങൾ. മരിയൻ തീർത്ഥാടന യാത്രയിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷം. യാതൊരുവിധ ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. അമ്മയുടെ കൈപിടിച്ച് നടക്കുന്ന വളരെ ഒരു അനുഭവം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഇപ്പോൾ ഏകദേശം 14 കിലോമീറ്റർ പിന്നിട്ടതേ ഉള്ളൂ, ഇനിയും പോകാനുണ്ട്. അപ്പോൾ എങ്ങനെ ഈ പ്രോഗ്രാം മരിയൻ തീർത്ഥാടനം? ഞാൻ ഇരിട്ടി ഇടവക്കാരിയാണ്. ഇവിടെ 8:30 എത്തിയതാണ്. നടക്കാനുള്ള ആവേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആരാധന ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ 1 മണിക്കൂർ വൈകി പോയതുകൊണ്ട് നടക്കാനുള്ള തിരക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സത്യത്തിൽ ആവേശമാണ്. അവിടെ ഒന്ന് എത്തണം, നടന്നു തന്നെ എത്തണം എന്നുള്ളൊരാഗ്രഹമാണ്. സിസ്റ്റർ ഏത് കോൺഗ്രിഗേഷനാണ്? ഞാൻ സെക്രട്ടറി ഹാർട്ട് കോൺഗ്രിഗേഷനാണ്. എത്ര സിസ്റ്റർമാർ ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട്? എൻ്റെ കോൺവെൻറ്റിൽ 8 പേരാണുള്ളത്. അതിനകത്ത് 5 പേരുണ്ട്. എടൂര് ഇടവകയിൽ നിന്ന് ഒരുപാട് അമ്മമാരുണ്ട്. 14 കിലോമീറ്റർ ഇപ്പോൾ പിന്നിട്ടു. മടുത്തോ? എനിക്ക് വലിയ മടുപ്പൊന്നും തോന്നിയില്ല. കാരണം ജപമാല കൂടെയുണ്ട്. എല്ലാവരും ജപമാല ചൊല്ലി തന്നെയാണ് അവിടുന്ന് വരുന്നത്. നിരവധി ആളുകൾ, നിരവധി അമ്മമാർ, പ്രത്യേകിച്ച് നിരവധി അമ്മമാരുടെ ആ വിശ്വാസ തീഷ്ണത നമുക്ക് ഇവിടെ തലശ്ശേരിയുടെ മണ്ണിൽ കാണാൻ സാധിക്കുന്നുണ്ട്.